ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ്തറ്റിക് മാസ്റ്ററി. അപ്പോൾ നമ്മൾ ഒരു പാർട്ട് 1 ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ ജ്വല്ലറീസാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പോയി കാണുക. ഇത് നെക്സ്റ്റ് പീസാണ്. ഇത് ഞാൻ കുറച്ച് സമയം എടുത്തൊരു ഈ വീഡിയോ ഒരു 5 മിനിറ്റ് ഉണ്ട്. അപ്പം അത്രയും കാണാൻ താല്പര്യമില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ ചിലർക്ക് ഒട്ടും ബേസ് ചെയ്യാൻ അറിഞ്ഞൂടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോ ആക്കി ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടാത്ത കാര്യം പറയാം. നമ്മുടെ നെക്കിൻ്റെ അളവിനനുസരിച്ച് ഈ ത്രെഡ് എടുക്കുക എന്നതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. കഴുത്തിൽ അളന്ന് വെച്ച് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പിടിച്ചെടുത്താൽ മതി, നമുക്കത് കറക്റ്റ് കിട്ടും. എന്നിട്ട് ഒരു പൊടിക്ക് കൂട്ടിയിട്ട് കട്ട് ചെയ്യുക. അത് നമുക്ക് ലാസ്റ്റ് ഗിയർ ലോക്കും നമ്മുടെ ഫിഷ് ഹൂക്കൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊരു സെൻട്രൽ ലോക്ക് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പീസ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാല ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒറ്റ പീസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് സെൻറ്റർ വന്നാലല്ലേ ഭംഗിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ അതായത് ഒരു ബീഡ് 2 ലോക്ക് ഇട്ടിട്ടുണ്ട്. 2 ലോക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ബീഡിനെ കറക്റ്റായിട്ട് രണ്ടിൻ്റെയും സെൻറ്ററിലോട്ട് പിടിച്ച് ഞാൻ ടൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ഈസി വേയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എനിക്ക് വീണ്ടും എന്ത് വേണം? ഒരു ഗിയർ ലോക്കും വേണം, ഒരു ബീഡും വേണം, ഒരു ഗിയർ ലോക്കും കൂടെ വേണം. എങ്കിലേ നമ്മുടെ ഒരു സൈഡിലെ ബീഡിൻ്റെത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം എങ്ങനെയായിട്ടെ ഒരു ഗിയർ ലോക്ക്, ഒരു ബീഡ്, വീണ്ടും ഒരു ഗിയർ ലോക്ക്, അങ്ങനെ 3 ആണ് ഒരു സൈഡിലെ ഒരു സെറ്റിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഞാൻ വെച്ച് നോക്കുന്നുണ്ട്, ഓക്കെ ആണ് എന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഗിയർ ലോക്ക് മാത്രം എടുത്ത് ടൈറ്റ് ചെയ്യുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പുറത്തെ വശത്തും ഗിയർ ലോക്ക് മാത്രം എടുത്ത് ടൈറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെയാണ് വരേണ്ടതെന്ന്. അപ്പോൾ ബീഡ് അങ്ങോട്ട് നീക്കിയിടുക, ഈ രണ്ടാമത്തെ ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം, അല്ല എങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ പറഞ്ഞ മെത്തേഡാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഇതിലിതാ കണ്ടോ, രണ്ടാമത്തെ ഗിയർ ലോക്ക് ഞാൻ ഇടുന്നു, അതിനെ ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഈ ഒരു പ്ലയർ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു ചരിവുള്ള, അതായത് ഒരു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് തിരിയൽ ആ ഒരു ഇതുള്ള പ്ലയറാണ്. അതാണ് നിങ്ങൾക്ക് അത്ര ഒരു ഓക്വേർഡായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പോലെ തന്നെ ഇതേ സൈഡ് എടുത്ത പോലെ അതേ സൈഡ് അളവ് വെക്കുക, ഗിയർ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, മറ്റേ ബീഡ് ഇങ്ങോട്ട് വലിച്ചിടുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ഗിയർ ലോക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഗിയർ ലോക്കിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്കൊരു ത്രെഡിലോ എന്തിലെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്തോന്ന് പറയുന്നത്, ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗിയർ ലോക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് ഫൈനൽ നമുക്കറിയാം കൊളുത്ത്. ഈ കൊളുത്ത് നമുക്ക് ഇങ്ങനത്തെ റിങ്സ് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഫെയ്ഡായി പോകാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് കൂടിയ 2 രൂപ 3 രൂപയൊക്കെ ആവുള്ളൂ. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് ആ ബാക്കിലത്തെ കണ്ണി ഉണ്ടാക്കാൻ. ഒരു ഗിയർ ലോക്ക് ഇടുക, ഒരു റൗണ്ട് ഇടുക, എന്നിട്ട് നമ്മുടെ നൂലിൻ്റെ എൻഡ്, അതായത് ഗിയർ വയറിൻ്റെ എൻഡ് ഗിയർ ലോക്കിനകത്തൂടെ എടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഗിയർ ലോക്ക് വലിച്ച് ടൈറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇപ്പം നിങ്ങൾ കറക്റ്റ് ഇത് കൊളുത്ത് വരേണ്ട ആ ഒരു കറക്റ്റ് അളവാണ് നിങ്ങൾ ത്രെഡ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിതിൽ വലിയ പ്രശ്നം വരത്തില്ല. അല്ല, നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തു, നിങ്ങളുടെ കഴുത്തിൻ്റെ അളവിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇപ്പം അഡ്ജസ്റ്റബിൾ ചെയിൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അത് കുറച്ചെടുത്ത് കഴിഞ്ഞാലും ബാക്കിൽ നമുക്ക് ആ ചെയിൻ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചെയിൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയിൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങളിപ്പോൾ കടയിൽ നിന്നൊരു മാല വാങ്ങി അതിൽ നമുക്ക് കഴുത്തിലെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് പറയണം, ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റിങ്സുകളുണ്ടെങ്കിൽ തരാം. അപ്പോൾ അവരൊരു സെറ്റായിട്ട് തന്നെ എടുത്തു തരും. അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സസ് നിൽക്കുന്ന ഗിയർ വയറുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം,
കട്ട് ചെയ്ത് കളയാം. ഗിയർ വയറുകളെല്ലാം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത് നമ്മളെ മാല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാലയുടെ ലുക്ക്. 2 മോഡലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് വരും. പറ്റാ ബൈ ബൈ, സീ യു.